Good afternoon. Okay. കഴിഞ്ഞ ക്ലാസ്സിലപ്പോൾ ലബോറട്ടറി സർവീസ് ലാസ്റ്റ് ഒരു ചെറിയ സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു. മിസ് അത് തീർത്ത് തന്നല്ലോ അല്ലെ? ഇന്നലെ ക്ലാസ്സിൽ കയറിയപ്പോ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഇനി അപ്പോ ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് എല്ലാ ചാപ്റ്ററിൽ കൂടെ ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഇപ്പോ എക്സാം അടുത്ത തിങ്കളാഴ്ച അല്ലേ നിങ്ങൾക്ക് 29th അല്ലേ? എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു റിവിഷൻ പോലെ നമുക്ക് ക്ലാസ് നോക്കാവുന്ന കേട്ടോ. റിവിഷനായിട്ട് ചെയ്യാൻ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങള് എന്താ പറയാ ഒന്ന് കേട്ടിരുന്നാൽ മതി കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം, നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ചാപ്റ്ററുകള് ഞാൻ എടുത്ത ചാപ്റ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം ഫസ്റ്റ് മൊഡ്യൂളിലെ കേട്ടോ. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫ്രണ്ട് ഓഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ, CSST, റേഡിയോളജി, മോർച്ചറി സർവീസ്, ബ്ലഡ് ബാങ്ക്, ലബോറട്ടറി. ഇത്രയും ചാപ്റ്റർ ആണ് ഞാൻ എടുത്തത്. അപ്പൊ ആ ചാപ്റ്ററിൽ നിന്നൊക്കെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ നോക്കാം, ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതാണ് ആയുഷ് എന്ന് പറഞ്ഞ അതിൽ ഓരോന്നും നോക്കുക. ഓരോ ലെറ്റേഴ്സും എന്തിനെ കാണിക്കുന്നു, അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കണം കേട്ടോ അതിനകത്തുനിന്ന്. പിന്നെ നമ്മൾ സബ് സെന്ററുകൾ, പ്രൈമറി സെന്റർ, കമ്മ്യൂണിറ്റി സെന്റേഴ്സ് അതൊക്കെ പഠിച്ചു. അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ന് നോക്കാം കേട്ടോ. ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹെൽത്ത് കെയർ സിസ്റ്റത്തില് നമ്മൾ ഓരോ ലെവലുകളും അതിന്റെ ആ ഒരു ഫ്ലോ ഡയഗ്രാം അത് പറഞ്ഞു. പിന്നെ അടുത്ത ഫങ്ഷൻസ് ആണ് ലാസ്റ്റ് സെക്ഷനിൽ വരുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അത്, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിൽ മാത്രമാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. അത് നോക്കാം നമുക്ക്. അതിനകത്ത് dash is both the science and art that promote healthy living physically, mentally, morally and spiritually. ഏതാണ്? dash is both the science and art that promote healthy living physically, mentally, morally and spiritually. ഓപ്ഷൻസ് ഉണ്ട്: അലോപ്പതി, സിദ്ധ, യോഗ, നേച്ചുറോപ്പതി. ഏതായിരുന്നു? both the science and art. ഇതാണ് യോഗ. ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, യോഗ. ഓക്കെ, പിന്നെ അവിടെ അടുത്തത് നാഷണൽ ഹെൽത്ത് പോളിസി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ്. നാഷണൽ ഹെൽത്ത് പോളിസി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1947, 1980, 1983. ഓക്കെ, ആൻസർ ശരി 1983 1993 ആൻസർ ചെയ്ത കറക്റ്റ് ആൻസർ. നാഷണൽ ഹെൽത്ത് പോളിസി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1983. Well, what is the first level of health system infrastructure? ഇതാണ് ഫസ്റ്റ് ലെവൽ. ഏതാണെന്ന് ചോദിച്ചേക്കണേ ആ ഫ്ലോ ചാർട്ടിൽ നിന്ന്. ഏതായത് ഏറ്റവും ഓക്കെ നാഷണൽ ലെവൽ. നാഷണൽ ലെവൽ ആണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. നാഷണൽ ലെവൽ. Then expand PHSC. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് PHSC, പ്രൈമറി ഹെൽത്ത് സെന്റർ. പ്രൈമറി ഹെൽത്ത് സെന്റർ. ഓക്കെ, പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് PHSC. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കേട്ടോ. നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 3-4 ക്വസ്റ്റ്യൻ, അതിൽ കൂടുതൽ അതിന് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. 3-4 ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങളുടെ ലാസ്റ്റ് നിങ്ങളുടെ ടെർമിനോളജി ഇല്ലേ, അതിന് വലിയൊരു ചാപ്റ്റർ ഉണ്ട്, അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാവും. ബാക്കി ചാപ്റ്ററിൽ നിന്നൊക്കെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് വീതമൊക്കെയാണ് എക്സാം. എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3-4 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ടെർമിനോളജിന്ന് കുറച്ച് കൂടുതൽ കാണാറുണ്ട് വെച്ചാൽ അതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് കേട്ടോ. അത് മിസ് ഇമ്പോർട്ടന്റ് ഒക്കെ നോട്ട് തന്നിട്ടുണ്ടല്ലോ അല്ലെ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് തന്നിട്ടില്ലേ?
ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ മാത്രം അതിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തേക്കുന്നതാണത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് അതിനകത്തൊരു ചോദിച്ചതാണ് in Ayush A stands for dash. Ayush A stands for Ayurveda, Allopathy, abnormal affection. ഏതാണ് ആയുർവേദ. എ എന്ന് പറയുന്നത് മാറിപ്പോവരുത്, എ പറഞ്ഞേക്കുന്നത് ആയുർവേദിയാണ്. പിന്നെ അതിനകത്ത് ഓരോ ലെറ്റേഴ്സും ഏതിനെ സൂചിപ്പിക്കുന്നു അതുകൂടി അവിടെ നോക്കണം കേട്ടോ. ആയുഷ് എന്നുള്ളതിന്റെ ഓരോ ലെറ്റേഴ്സും നോക്കാം. പിന്നെ അവിടെ നമ്മള് ആ ഓരോ ഇതിനകത്ത് നോക്കി അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ PHSCയുടെ ഒക്കെ ചോദിച്ചില്ലേ, അതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ഓരോന്നും എത്ര ആളുകളെയാണ് സെർവ് ചെയ്യുന്നത്. സബ് സെന്റർ ആണെങ്കിൽ അപ് ടു എത്ര വരെയാ 5000 ഇൻഡിവിജ്വൽ. പിന്നെ നെക്സ്റ്റ് നമ്മള് PHSC ആണെങ്കിൽ എത്ര വരും, സെർവ്സ് 13,000 പീപ്പിൾ. CHSC ആണെങ്കിലോ അവിടെ ഏതാണ് 1,20,000. അതായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു കേട്ടോ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സെർവ്സ് ഡാഷ് പീപ്പിൾ. എത്ര ആളുകളെയാ, 1,20,000 പീപ്പിൾ. അപ്പൊ അങ്ങനെ അതിനൊക്കെ ഏതെങ്കിലും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ എടുത്ത ചാപ്റ്റർ ഫ്രണ്ട് ഓഫീസ് ആണ്. ഫ്രണ്ട് ഓഫീസ് ഫസ്റ്റ് dash department maintain information and a record of all the patients in the hospital. Dash department maintains information and records of all the patients of the hospital. ഏത് ഡിപ്പാർട്ട്മെന്റ് എല്ലാ റെക്കോർഡുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസ്. Then what is the meaning of the word custom? Custom meaning കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? കസ്റ്റമർ കസ്റ്റമർ എന്ന് പറഞ്ഞത് കസ്റ്റം എന്ന വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. കസ്റ്റമിന്റെ മീനിങ് ഹാബിറ്റ്. ഹാബിറ്റ് ആണ്, HABIT. വാട്ട് ഇസ് ദ വേർഡ് കസ്റ്റം മീൻ? കസ്റ്റം എന്ന് പറഞ്ഞ എന്താണ്? ഹാബിറ്റ്. പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സ്പാൻഡഡ് ഫോം ആണ്. ഒരു നിങ്ങൾക്ക് 1-2 എക്സ്പാൻഡഡ് ഫോം പ്രതീക്ഷിക്കാം കേട്ടോ. അത് ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് CRMന്റെ എക്സ്പാൻഡഡ് ഫോം ആയിരുന്നു. എക്സ്പാൻഡ് CRM. CRM എന്താ? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഓക്കെ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. CRM. Next to the question, which of the following comes under the advantages of CRM? Which of the following comes under the advantages of CRM? ഒന്ന് ശ്രദ്ധിക്കാം. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. Save time and resources, reduce errors in medical bills, connect front office and back office functions, all of the above. All of the above. ഏതാ? എല്ലാരും അല്ലേ? അഡ്വാൻറ്റേജ് എന്താണ്? CRM സോഫ്റ്റ്വെയർ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ടൈം റിസോഴ്സ് ലാഭിക്കാം, മെഡിക്കൽ ബില്ലിൽ ഉണ്ടാകുന്ന എറേഴ്സ് കുറയ്ക്കാം, ഫ്രണ്ട് ഓഫീസിനെയും ബാക്ക് ഓഫീസിനെയും കണക്ട് ചെയ്യുന്നതും CRM ആണ്. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? നെക്സ്റ്റ് ആറാമത്തെ ചാപ്റ്റർ അല്ലേ, ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, എട്ടാമത്തെ ആറാമത്തെ ഔട്ട് പേഷ്യന്റിലാണ്. എട്ടാമത്തെ. പിന്നെ അതിനകത്ത് നമ്മൾ കസ്റ്റമറിന്റെ CRMന്റെ എക്സ്പാൻഡഡ് ഫോം അതിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അഡ്വാൻറ്റേജ് CRM സോഫ്റ്റ്വെയറിന്റെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് which of the following is not included in the functions of front office? Which of the following is not included in the functions of front office department? Registration, cash collection,
To supply sterilized material, none of the above. ഓപ്ഷൻസ് ഏതായിരുന്നു? സി ആണ് അല്ലെ. ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. രജിസ്ട്രേഷനും ക്യാഷ് കളക്ഷനും ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നോക്കാം. പിന്നെ അതിനകത്ത് നെക്സ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഫ്രണ്ട് ഓഫീസ് ഈസ് വർക്കിംഗ് ഡാഷ് അവേഴ്സ്. എത്ര അവേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്? ഫ്രണ്ട് ഓഫീസ് വർക്കിംഗ് എത്ര? 24 hours. ഫ്രണ്ട് ഓഫീസ് വർക്കിംഗ് 24 hours സർവീസ് തരുന്നുണ്ട്. 24 മണിക്കൂറും സർവീസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ്, സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത് എത്ര ഷിഫ്റ്റ് ആയിട്ടായിരുന്നു അവിടെ? 3 ഷിഫ്റ്റ്. 24 hours 3 ഷിഫ്റ്റ്. A person who works in the hospital front office. ആരാണ്? ഓപ്ഷൻസ് ഞാൻ വായിക്കാം കേട്ടോ. എ പേഴ്സൺ ഹു വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, ഫാർമസിസ്റ്റ്, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. അത് റിസപ്ഷനിസ്റ്റ്. ഓക്കെ, നിങ്ങൾ അത് ഓപ്ഷൻ നോക്കണം കേട്ടോ. റിസപ്ഷനിസ്റ്റിന് ആണെങ്കിൽ ഓപ്ഷൻ അല്ലെങ്കിൽ അത് കൊടുക്കാം. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് ആണെങ്കിൽ അത് കൊടുക്കാം. ഓപ്ഷൻ നോക്കി എഴുതുക. The front desk executive is also called dash. Front desk executive is also called dash. That a medical assistant, hospital receptionist, patient counselor, quality manager. ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവിനെ അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ കസ്റ്റമർ ലീവ് ചെയ്യാനുള്ള കാരണങ്ങൾ അതൊക്കെ നോക്കാം കേട്ടോ. ഓരോന്നും ഏതാണ് എന്നൊക്കെ ഉള്ളത് നോക്കാം. പിന്നെ അവിടെ മെയിൻ ഗോള് അത് നോക്കാം. എന്താണ് മെയിൻ ഗോള്? ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് വിത്ത് സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് അത് നോക്കാം. പിന്നെ അവിടുത്തെ നമ്മള് കണ്ടോ, ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ ഹു വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ്. അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിന് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ഓപ്പറേഷൻ തിയേറ്റർ ആണ് നമ്മൾ എടുത്തത്. ഓപ്പറേഷൻ തിയേറ്റർ. ഡാഷ് ഈസ് എ പ്ലേസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. ഡാഷ് ഈസ് എ പ്ലേസ് വേർ സർട്ടൻ ഇൻട്രോസീവ് സർജിക്കൽ പ്രൊസീജിയർ. ഏതാണ് സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നത്? ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ 12 അല്ല ചാപ്റ്റർ. ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ. പിന്നെ അതിനകത്ത് ഓപ്പറേഷൻ തിയേറ്റർ. പിന്നെ ഈ ഓരോ ഇത് നോക്കാം കേട്ടോ. ഏതൊക്കെ സ്റ്റാഫുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. അത് നോക്കണം. പിന്നെ പിന്നെ അവിടെ നമ്മൾ സോണുകള്, ആ ബോക്സ് നമ്മൾ പഠിച്ചില്ലേ, ആ ബോക്സിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇടാം. ഏത് സോണിലാ വന്നേന്നുള്ളത് അതൊക്കെ നമ്മള് എന്താ പറയാ ചാപ്റ്റർ പഠിച്ചപ്പോ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അടയാളപ്പെടുത്തി വെച്ചേക്കുന്നതാണ്. യൂഷ്വൽ ഏരിയ ഡെഫിഷ്യൻസി കാണിക്കുന്നത് ഏതാണുള്ളത്. പിന്നെ ടൈപ്സ് നോക്കാം. അതിനകത്ത് ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ റെസ്പോൺസിബിലിറ്റി ആണ് ലാസ്റ്റ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് പല പേപ്പറിലായിട്ടാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ്. എല്ലാ ഇതിനും ഫൈനൽ എക്സാമിനും മൊഡ്യൂൾ എക്സാമിനും ഒക്കെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടേ അതിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതൽ ഞാൻ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് അടയാളപ്പെടുത്തി വെച്ചതാണ്. നെക്സ്റ്റ്
പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് അവിടെ. ഞാൻ ജസ്റ്റ് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് എടുക്കുമ്പോൾ നമുക്ക് ചാപ്റ്ററും കൂടി നമുക്ക് നോക്കി പോകാലോ എന്ന് കരുതി ഞാൻ ഡിസ്പ്ലേയും കൂടി ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പൊ എല്ലാ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ നമുക്ക് അതിനകത്ത് നമുക്കൊരു ഐഡിയയും കിട്ടുമല്ലോ. ചിലപ്പോ കുറച്ച് ദിവസങ്ങളായി നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ട്. ഇനി അടുത്ത് നോക്കിയേ. സ്ക്രബ് റൂം ഈസ് ഇൻ ഡാഷ് സോൺ. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ്. സ്ക്രബ് റൂം ഈസ് ഇൻ ഡാഷ് സോൺ. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. ഏതാണ്? സ്റ്റെറൈൽ സോൺ എന്നാണ് അല്ലെ. പിന്നെ നെക്സ്റ്റ് അവിടെ ചോദിച്ചേക്കുന്ന the OT suite is designed on the concept of dash zone. എത്ര സോണുകളായി മൊത്തം? എത്രയാ? 4 സോണുകൾ അല്ലെ. 4 zones. ഇനി ഇവിടെ ഒരു എക്സ്പാൻഡഡ് ഫോം ചോദിച്ചേക്കുന്നത് അതിൽ നിന്ന് TSSU ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് TSSU. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് അല്ലെ. TSSU എന്താ? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. Theater Sterile Supply Unit. Then next question നോക്കിയറിയുന്ന. Dash keep the operation room department running smoothly and effectively by greeting and welcoming patients. Dash keep the operation room department running smoothly. Receptionist, nurse, operation room executive, secretary, none of the above. അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ചോദിച്ചതാണ് അവിടെ. ഒന്നാമത്തെ പോയിന്റ് തന്നെ നമ്മളത് ചോദിച്ചിട്ട് പറഞ്ഞായിരുന്നു. അത് അവിടെ പോയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അല്ലെ. ഏതാണ് ഒന്നാമത്തെ പോയിന്റ് കിടക്കുന്നത്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി കീപ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിംഗ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യൻസ്. ഓക്കെ, another operation room executive secretary. In operation theater, patient observation to done every dash minutes. എത്രയാ? 15. നെക്സ്റ്റ് അത്രയൊക്കെയാണ് അതിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. Next, okay. What is the purpose of radiation dosimeter? What is the purpose of radiation dosimeter? To measure air quality, to detect electrical fault, to measure exposure of ionizing radiation, to monitor temperature. Ionizing radiation. അതിന് തന്നെയുണ്ട്. Purpose of radiation dosimeter answer option C ആണ്. To measure exposure to ionizing radiation. Next. CSSD ആണ്. CSSD. നമ്മൾ എടുത്തതിന്റെ ആ ചാപ്റ്ററിന്റെ ബേസിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചതാണ്. അപ്പൊ നിങ്ങൾക്കും ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. Which of the following is not the job responsibility of CSSD manager? Sorry, not alla choichegane. Which of the following is the job responsibility of CSSD manager? CSSD manager. Which of the following is the job responsibility of the CSSD manager? Okay. Overall supervision of CSSD. ഒന്നാമത്തെ ഓപ്ഷൻ ആട്ടോ. Overall supervision. Then രണ്ടാമത്തെ allotting resources. Then മൂന്നാമത്തെ displaying the sterilization process. Option D, all of the above. CSSD അല്ലേ? ചാപ്റ്റർ ഒന്ന് എടുക്കേ കേട്ടോ. CSSD മൊഡ്യൂള് 2-ലാണ്. ഞാൻ അതൊന്ന് ഡിസ്പ്ലേ ചെയ്തിടാം. നമുക്കത് അതിന്റെ ഒപ്പം ചാപ്റ്റർ കൂടി നമുക്ക് നോക്കി പോകാം.
മൊഡ്യൂൾ 2 ഒന്ന് ഷെയർ ചെയ്തതാ കേട്ടോ ഞാൻ. ഓക്കെ, മൊഡ്യൂൾ 2 എത്രാമത്തെ ചാപ്റ്റർ ആയിരുന്നു? നമ്പർ എന്താ പറഞ്ഞേ? നിങ്ങളുടെ ടെക്സ്റ്റില് ചാപ്റ്റർ എത്രയായിട്ട് കിടക്കുന്നത്? 5 അല്ലേ? ബാങ്ക് കഴിഞ്ഞിട്ട് CSST. അതിനകത്ത് നമ്മളോട് CSST മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ലാസ്റ്റ് കിടക്കുന്നതാണ്. നോക്കിയോട്ടാ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഉണ്ടോന്നൊക്കെ. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSST മാനേജറിൽ ഏതാണ് ജോബ് റെസ്പോൺസിബിലിറ്റി ഏതാണെന്നാ ചോദിച്ചേക്കണേ. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSST, then allotting resources, then അടുത്തത് displaying the sterilization process. ഓപ്ഷൻ D all of the above. ഏതായിരുന്നു? ചിലര് എന്താ 2 ഓപ്ഷൻ എന്ന് മാത്രമൊക്കെ ഇവിടെ എന്താ പറയാ മെസ്സേജ് ചെയ്തു. അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്തിട്ടാണ്. ഏതാ 3 വരുന്നല്ലേ? 3 CSST മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, which sterilizer is largely used in operation theatre for emergency purposes? ഏത് സ്റ്റെറിലൈസറാ? ഓപ്പറേഷൻ തിയേറ്ററിലെ എമർജൻസി പർപ്പസസിൽ ഏതാ? ഓട്ടോക്ലേവ് ആണോ, ETA ആണോ, ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണോ? ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. പിന്നെ അവിടെ നെക്സ്റ്റ് നോക്കി, ആഫ്റ്റർ ദ ടൂൾസ്, അത് ഞാൻ പറഞ്ഞതാണ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. പിന്നെ അവിടെ നമുക്കൊരു ഇതുണ്ട്, ഓർഗാനോഗ്രാം അവിടെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അത് ഏതെങ്കിലും ബ്ലഡ് ബാങ്കിന്റെയോ ഏതെങ്കിലും ഓർഗാനോഗ്രാം നോക്കണം. ഒന്ന് പറഞ്ഞു നോക്കാം. ഇതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഓർഗാനോഗ്രാം നോക്കണം. ഫങ്ഷണൽ ഏരിയ 6 എണ്ണം, അതിന്റെ ഓർഡർ കറക്റ്റ് പഠിക്കണം. അതിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അതിൽ ഓരോന്നും ഇവിടെ ചോദിച്ചേക്കുന്നത്, ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് ആൻഡ് ഡ്രൈഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഏരിയ. ടൂൾസ് വാഷ്ഡ്, ഡ്രൈഡ് ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു മറ്റേ ഏത് ഏരിയയിലേക്കാ? ഓക്കെ, വെരി ഗുഡ്. നിശ്ചയിട്ടുണ്ട്. ഏതാണ്? പാക്കിംഗ് ഏരിയ. പാക്കിംഗ് ഏരിയ. That is used for cleaning surgical tools. ഏതാ നമ്മള് സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഏതാ? പ്രഷർ വാഷർ, വാക്വം, അൾട്രാസോണിക് വാഷർ, നൺ ഓഫ് ദ എബോവ്. ഏതാ? അൾട്രാസോണിക് വാഷർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അവിടെ ഫങ്ഷണൽ ഏരിയ. ഇനി അത് പ്രത്യേകം ഞാൻ പറയല്ല, 6 എണ്ണം ഓർഡർ അനുസരിച്ച് നോക്കാം. ഇതിപ്പോ നമ്മളോട് ചോദിച്ചത് ആ ഫ്ലാഷ് സ്റ്റെറിലൈസറിന്റെ ചോദിച്ചായിരുന്നു. പിന്നെ ഇവിടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, which indicator is used in displaying recorded time, temperature, humidity and pressure throughout the time of the sterilization cycle? ഏതാ? ഏത് ഇൻഡിക്കേറ്റർ ആണ്? മെക്കാനിക്കൽ. ഓക്കെ, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. Mechanical indicator. Then next question, simple question. How many functional areas in CSST department? The functional area ഉണ്ട്. 6 functional area. Then next question are ചോദിച്ചത്, biological indicators are also known as the name of dash. Biological indicators are also named, എന്താ പറഞ്ഞേ? biological indicator അറിയപ്പെടുന്ന ബയോ ഇൻഡിക്കേറ്റർ. ഓക്കെ, ബയോ ഇൻഡിക്കേറ്റർ. നെക്സ്റ്റ് റേഡിയോളജി ആണ്. റേഡിയോളജി, റേഡിയോളജിയിലെ എക്സ്റേ, അൾട്രാസൗണ്ട്, CT, MRI സ്കാൻ, അതിൽ എല്ലാവരും നോക്കി വെക്കണം കേട്ടോ. ബോൺസിന്റെ കാര്യം എക്സ്റേ,
പിന്നെ നമ്മുടെ ഫീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ അൾട്രാസൗണ്ട്, പിന്നെ MRI, അതിന്റെ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ, CT, പിന്നെ അതിനകത്ത് ക്ലാസിഫിക്കേഷൻ അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ആൻജിയോഗ്രഫി, ആൻജിയോപ്ലാസ്റ്റി അതൊക്കെ നോക്കാം. പിന്നെ ലൊക്കേഷൻ, ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ അതിന്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകൾ വരുന്നുണ്ട്. പിന്നെ റേഡിയേഷൻ റിസ്കുകൾ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ലാസ്റ്റ് ഓരോന്നിന്റെയും പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, സ്റ്റാഫിന്റെ അത് നോക്കണം. ലാസ്റ്റ് സെക്ഷൻ ഇത്രയാണ് ആ ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. അതിനകത്ത് കുറച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. എക്സാം നിങ്ങൾക്ക് പറഞ്ഞില്ലേ, എക്സാം എത്ര മാർക്കിന്റെ ആണ്? 100 മാർക്കിന്റെ ആയിരിക്കും കേട്ടോ എക്സാം. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ഇട്ട് തന്നിട്ടില്ലേ? നമുക്ക് എല്ലാ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും കൂടി ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും നിങ്ങളുടെ ഒരു എക്സാം ആയിരിക്കും. നിങ്ങൾ ഡീറ്റെയിൽ ഇട്ടിട്ടില്ല അല്ലെ? നിങ്ങൾക്ക് അത് തരും കേട്ടോ. ഇവിടുന്ന് ഇൻഫർമേഷൻ കറക്റ്റ് അറിയിക്കും. നിങ്ങൾക്ക് ഇത് മാത്രം തന്നോളൂ, ഡേറ്റ് മാത്രമല്ലേ തന്നിട്ടുള്ളൂ? ഡേറ്റ് മാത്രം തന്നോളൂ. അവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് പറയൂ കേട്ടോ എക്സാമിന്റെ. ഓക്കെ, നോക്കിയേ. പിന്നെ അതുപോലെ തന്നെ ഓക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അതൊക്കെ നോക്കണം കേട്ടോ. ഞാൻ അതൊന്ന് ചോദിച്ചേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഐഡിയലി ഓൺ ദ ഡാഷ് ഫ്ലോർ. ഇത് ഫ്ലോറിലാണ് ഐഡിയലി ഓൺ ദ ഡാഷ് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോർ. Imaging and treatment of blood vessel is called dash. Imaging and treatment of blood vessel is called dash. Imaging and treatment of blood vessels. Angiography, biopsy, angioplasty, none of the above. ഇത് നമ്മൾ പഠിച്ചതാണ്. Imaging and treatment angiography ആണ്. Angiography. ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ ആണ് ആൻജിയോപ്ലാസ്റ്റ്. അത് രണ്ടും നോക്കി വെക്കണം. വാട്ട് ഈസ് ഓങ്കോളജി? ഓങ്കോളജി ഏതുമായിട്ട് റിലേറ്റ് ചെയ്തത്? സ്റ്റഡി ഓഫ് ബ്ലഡ്, സ്റ്റഡി ഓഫ് ക്യാൻസർ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ നെർവ് സിസ്റ്റം. ക്യാൻസറിനെ കുറിച്ചുള്ളതാണ്. Next question. Instrument that measure exposure to ionizing radiation over a given period. Instrument that measure exposure to ionizing radiation. Is that dosimeter? Dosimeter. In radiology, all the reports are to be signed by dash. Signed by cardiologist, radiologist, urologist, immunologist. ആരാ റേഡിയോളജിയിലെ റിപ്പോർട്ട് സൈൻ ചെയ്യുന്ന? റേഡിയോളജിസ്റ്റ് ആണ് അല്ലെ? നെക്സ്റ്റ്, സിവിയർ എഫക്ട്സ് ഓഫ് റേഡിയേഷൻ ഇൻക്ലൂഡ്സ്. ഏതൊക്കെയാ സിവിയർ എഫക്ട്സിൽ വരുന്നതായിട്ടാണ്? റേഡിയേഷൻ എഫക്റ്റുകളിൽ അത് സിവിയർ എഫക്ട്സിൽ വരുന്നത് വോമിറ്റിംഗ്, ബോൺ മാരോ ഡിപ്രഷൻ, കൺവൾഷൻസ്, ഓൾ ഓഫ് ദ എബോവ്. സിവിയർ എഫക്ട്. സിവിയർ എഫക്ട് ഓക്കെ. ഓൾ ഓഫ് ദ അല്ലെ? വോമിറ്റിംഗ്, ബോൺ മാരോ ഡിപ്രഷൻ, കൺവൾഷൻസ്, ഓൾ ഓഫ് ദ എബോവ്. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് മോർച്ചറിയിലാണ്. മോർച്ചറി.
അതിനകത്ത് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോർച്ചറി. Dash is a mortuary building planned specifically for the purpose of affirming that the deceased person are truly dead. Dash is a mortuary building planned specifically for the purpose of affirming the deceased person are truly dead. ഏത് മോർച്ചറിയാ? ഹോസ്പിറ്റൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി, വെയിറ്റിംഗ് മോർച്ചറി, none of the above. ഏത് മോർച്ചറിയാ? നമ്മള് ഡിസീസ്ഡ് പേഴ്സൺ മരിച്ചാളോ മരിച്ചോ എന്ന് ഉറപ്പാക്കുന്നത് വരെ ബോഡി സൂക്ഷിക്കുന്നതിനുള്ള വെയിറ്റിംഗ് മോർച്ചറി. Dead bodies that are not claimed are kept in mortuary for dash hours. എത്ര hours സൂക്ഷിക്കണം എന്നാ പറഞ്ഞത്? 72 hours. Then next question. Clinical autopsy is performed by dash. Clinical autopsy is performed by the dash. Clinical autopsy is performed by the dash. അതാണ് pathologist. Okay, pathologist. Clinical autopsy നടത്തുന്നത് pathologist. ML autopsy ആരാ? Forensic expert. Forensic expert. The term morgue is derived from the dash word. ഏത് വേർഡായിരുന്നു മോർക്ക് എന്ന് പറഞ്ഞത്? ഏതാ? മോർച്ചറി. മോർക്ക് എന്ന് പറഞ്ഞത് ഫ്രഞ്ച് വേർഡ്. മോർഗ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വേർഡിൽ നിന്ന് തന്നെയാണ്. അതായത് മോർഗ് ഓർ മോർച്ചറി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് മോർഗ്. Next question, okay. Which of the following is included in the purpose of medico-legal autopsy? Which of the following is included in the purpose of medico-legal autopsy? To find out time since death, to collect trace evidences, to find out exact cause and manner of death, all of the above. All of the above. Next question. Private mortuary is a part of dash. Private mortuary is a part of. എന്തിന്റെ ഭാഗമാണ് പറഞ്ഞേ? funeral homes. Funeral homes. പിന്നെ അതിനകത്ത് നമ്മളെ ടെമ്പറേച്ചറുകള് അതൊക്കെ നോക്കി വെക്കണം കേട്ടോ. മോർച്ചറി. ഇവിടെ ഒരു ടെക്സ്റ്റ് എടുത്താലും മതി. അല്ലെങ്കിൽ ഓരോ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ചാപ്റ്റർ ആംബുലൻസ് കഴിഞ്ഞിട്ടല്ലേ മോർച്ചറി. ആംബുലൻസിന് മുന്നേ 10 അല്ലേ? ഷീറ്റിലാണ് എടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മള് നിങ്ങളുടെ ഏരിയാസ്, ഫങ്ഷണൽ ഏരിയാസ് ഇല്ലേ, അതിന്റെ ഏതൊക്കെയാണ് ഫങ്ഷണൽ ഏരിയ എന്നുള്ളത് നോക്കണം. പിന്നെ ടെമ്പറേച്ചർ, പോസിറ്റീവ് ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയിലാണ്, നെഗറ്റീവ് ടെമ്പറേച്ചറിൽ എത്രയാണ്, പല ടൈപ്പ് മോർച്ചറികൾ നമ്മൾ പറഞ്ഞില്ലേ, അത് നോക്കണം കേട്ടോ. വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി നോക്കണം. പിന്നെ ഓട്ടോപ്സി, പിന്നെ പർപ്പസ്, ക്ലിനിക്കൽ ഓട്ടോപ്സി, പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി, അത് രണ്ടും അതിന്റെ ആ പോയിന്റ്സുകളും അതിൽ നിന്ന് നോക്കി വെക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിനകത്ത് ചോദിച്ചിരുന്നത്. നെക്സ്റ്റ് ആണ് ബ്ലഡ് ബാങ്ക്. 4ാമത്തെ ചാപ്റ്റർ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക് മെയിൻ ഫങ്ഷൻസ് അത് നോക്കണം, ലൊക്കേഷൻ നോക്കണം. പിന്നെ അതിന്റെ ഓർഗാനോഗ്രാം ഏതെങ്കിലും ചോദിക്കാം കേട്ടോ. ഓർഗാനോഗ്രാം
നോക്കി വെക്കണം. പിന്നെ ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ള ഇത് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഏതെങ്കിലും നമുക്ക് 4 ബ്ലഡ് സെൽസുകളില്ലേ, 4 ബ്ലഡ് സെൽസ്, അതിന്റെ അതിന്റെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ഫങ്ഷൻസ് കേട്ടോ. അത് നോക്കണം. അത് ഒഴിവാക്കാൻ പാടില്ല, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും കാണാറുണ്ട്. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, പിന്നെ അവിടെ നമ്മൾ പറഞ്ഞില്ലേ ഏത് ബ്ലഡ് യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏത് ബ്ലഡ് ആണ്, അതുപോലെ തന്നെ ബ്ലഡ് ടൈപ്പ് ഏതാണ്, അത് രണ്ടും മാറിപ്പോരുത് കേട്ടോ. ഇതാണ് നോക്കാം. അതിനകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. Who comes under technical supervisor? Who comes under technical supervisor? Clerk, nurses, PRO, all of the above. ആ ഓർഗാനോഗ്രാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. ആരാണ്? all of the above. എല്ലാവരും ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന. നെക്സ്റ്റ് ഇതിനകത്ത് which blood type is known as universal recipient? Which blood type, ശ്രദ്ധിക്കാം, which blood type is known as universal recipient? ഏതാ? AB positive. AB positive. AB positive. Then പിന്നെ an average person carries dash liters of blood. എത്ര ലിറ്റർ എന്നാ പറഞ്ഞേ? 5. Okay, very good. 5 liters. Then next ഒരു question. What is the scientific name of RBC? RBC യുടെ scientific name. Leukocytes, erythrocytes, thrombocytes, none of the above. ഇത് RBC erythrocyte ആണ്. Erythrocytes. Which cells transport oxygen to the tissues? Which cell? Plasma, platelet, WBC, RBC. Okay. A condition in which the blood doesn't have healthy RBC. ഏത് കണ്ടീഷനാ? healthy RBC ഇല്ലാത്തത്? leukemia, xerophthalmia, anemia, none of the above. healthy RBC ഇല്ലാത്ത അവസ്ഥ അനീമിയ ആണ്. അനീമിയ. പിന്നെ അതിനകത്ത് which blood cell help to blood clot? Which blood cells help to the blood clot? Blood clot ആവാനായിട്ട് platelet. 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 പിന്നെ expanded form ചോദിച്ചാണ് BTO യുടെ. BTO അതാണ് BTO, blood transfusion officer. Blood transfusion officer. Okay, next. പിന്നെ അതിനകത്ത് ഇതും കൂടി ഒക്കെ നോക്കണം കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ ഏതാണ്? ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? അത് ചോദിച്ചേണ്ടത് ഒരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ നീഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ലുക്കീമിയ, digestive tract bleeding, blood disorders, all of the above. എല്ലാവരും അല്ലെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? നെക്സ്റ്റ് ഇനിയുള്ളത് ലബോറട്ടറി.
ലബോറട്ടറിയില് ആ ഫസ്റ്റത്തെ ആ ഒരു ഇതില്ലേ ഫങ്ഷണൽ ഡിവിഷന് അതെന്തായാലും പഠിക്കണം കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓരോന്നിനും കീഴിൽ വരുന്ന ക്ലിനിക്കൽ പതോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ഇതിൽ മൂന്നിലും വരുന്നത് ഏതാന്നുള്ളത് നോക്കാം. പിന്നെ അതിനകത്തുനിന്ന് നമ്മുടെ ഇമ്പോർട്ടന്റ് പറഞ്ഞത് ഈ ബോക്സ് ആർക്കെങ്കിലും അതിനകത്ത് ബോക്സ് പൊസിഷനും റെസ്പോൺസിബിലിറ്റി നിങ്ങൾ പഠിക്കണം. ഡിഗ്രി ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ആ ബോക്സില് ആ ഹൈറാർക്കിന്ന് നമുക്ക് ആ ഒരു ഏതെങ്കിലും പൊസിഷൻ തരാം, എന്നിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റിയും തരാം. അത് നോക്കണം. പിന്നെ അടുത്ത് ഒരു ലബോറട്ടറി ഡിസൈനിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, പോയിന്റ്സ് ആണ്, അതൊന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ ലെവൽസ്, ഓരോ ഇതും സാമ്പിള് റിസീവ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് അല്ലെ ലബോറട്ടറിയുടെ ആ ലെവലുകള് നോക്കാം. പിന്നെ അവിടെ എക്യുപ്മെന്റുകള് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ ലേബൽ, ഇതിന്റെ ആ പ്രൊസീജിയറുകളാണ് ആ കൊടുത്തേക്കുന്നത്. പിന്നെ ലബോറട്ടറി റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ സേഫ്റ്റി ലബോറട്ടറി, ജസ്റ്റ് പോയിന്റ്സ് ഉള്ളൂ, അത് വായിച്ചു വെക്കാം. പിന്നെ ഇതുപോലെ തന്നെ സൈനുകളൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഏതെങ്കിലും സൈൻ വേണമെങ്കിൽ തന്നിട്ട് നമുക്ക് ചോദിക്കാം. പിന്നെ ലാസ്റ്റത്തെ റെസ്പോൺസിബിലിറ്റി ആണ്, ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എക്സാമിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാത്തത്, ഞങ്ങൾക്ക് ഒഫീഷ്യലി അത് നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് മോളിന്നില്ല. വരുന്ന ക്ലാസ് എടുക്കുക, ക്ലാസ്സിലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഇവിടെ നിന്ന് തരും കേട്ടോ. ഇനിയിപ്പോ എന്താ പറയാ, ഞാൻ അവിടെ ഒന്ന് പറഞ്ഞേക്കാം, കുട്ടികൾക്ക് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് സംശയം ഉണ്ടെന്നുള്ളത് ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ടെക്നിക്കലിൽ പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്കാണെങ്കിലും ക്ലാസ് റൂമിലേക്കോ എന്തെങ്കിലും ഇൻഫർമേഷൻ തരികയായിരിക്കും. ഞങ്ങൾക്കത് നിങ്ങളോട് പറയാനായിട്ടുള്ള പെർമിഷൻ മോളിന്നില്ല. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുക, ക്ലാസ്സിലെ കാര്യങ്ങൾ സംശയം ചോദിച്ചാൽ പറയുക, ഇങ്ങനെ എക്സാം ആകുമ്പോ ഇങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങളെയാണ് ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പറയാത്തതൊക്കെ. എന്താണ് എക്സാമിന് ആർക്കവിടെ ടെൻഷൻ ഉള്ളത്? ഇത്രയും ക്ലാസ്സുകൾ ഇപ്പൊ നമ്മുടെ ഇതാണെങ്കിലും എത്രയോ ബാച്ചുകൾ കഴിഞ്ഞു പോയി എക്സാമിന്. പക്ഷെ ആ ബാച്ചിലെ കുട്ടികളെക്കാളും ഇപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ഇതുപോലെ തന്നെ അതാണ് ഇന്നലെ ലാസ്റ്റ് ഒരു പേജ് ഉണ്ടായിരുന്ന എക്സാം അത് എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവൈസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എല്ലാ ചാപ്റ്ററിൽ കൂടെ നമ്മളൊന്ന് പെട്ടെന്ന് ഒന്ന് കണ്ണോടിച്ച് പോകാം. അപ്പൊ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടിക്കോട്ടെ. ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാന്ന് വിചാരിച്ച. പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങളോട് അതിന്റെ പറയുകയാണെങ്കിൽ ഇത്രയും ബാച്ചുകൾ പഠിപ്പിച്ചിട്ടും നിങ്ങൾ പെട്ടെന്ന് അതിനുള്ള ആൻസർ മെസ്സേജ് ചെയ്തിട്ടു കേട്ടോ. അതൊരു വലിയൊരു കാര്യമാണ്. നിങ്ങൾ പഠിക്കേണ്ടത് എനിക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അത് ഞാനിവിടെ ക്വസ്റ്റ്യൻ വായിച്ചു വരുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് അത് കറക്റ്റ് ആൻസർ ഒരു ഇതുമില്ല. ഇത്രയും ക്ലാസ്സുകളിൽ ഞാൻ കയറിയിട്ടും ഇതുപോലെ തന്നെ അവര് ചിലപ്പോ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കഴിയണമായിരിക്കും, ചിലപ്പോ അത് അന്വേഷിച്ച് ആലോചിച്ചൊക്കെ. പക്ഷെ അങ്ങനെ ഒരു ഇത് നിങ്ങളിൽ നിന്ന് കണ്ടില്ല എന്നുവെച്ചാൽ കറക്റ്റ് ആയിട്ട്. അപ്പൊ എനിക്കറിയാം നിങ്ങളത് കോൺഫിഡന്റ് ആണ്, ആരും ടെൻഷൻ അടിക്കണ്ട. ഇനി ടെൻഷൻ അടിച്ചിട്ട് തെറ്റിക്കരുത് കേട്ടോ ആരും. എന്നുവെച്ചാൽ ഓപ്ഷൻ അവിടെ ഉണ്ട് പിള്ളേരെ. നമ്മളിപ്പോ ഈ പറഞ്ഞതിനൊക്കെ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഏരിയകൾ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ, ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ. അതൊക്കെ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്താണ്. നമ്മളിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് വായിച്ചതിൽ തന്നെ നമുക്ക് അറിയാലോ ഓൾമോസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ഒക്കെയാണ് ഈ വന്നേക്കുന്നത്. ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ആൻസർ കാണാതെ എഴുതണ്ടല്ലോ, അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ഏതാണ് കറക്റ്റ് ആൻസർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എത്രാളപ്പെട്ട ആരും തെറ്റിക്കരുത് കേട്ടോ. അങ്ങനെയാ പറയാറ് എന്നോട്. ഞാൻ എങ്ങനെയുണ്ടായിരുന്നു പിള്ളേരെ എക്സാം ചോദിക്കുമ്പോൾ അവരോട് മിസ്സേ കറക്റ്റ് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് ടെൻഷൻ ആയിട്ട് തെറ്റിച്ചു, അങ്ങനെ എന്നോട് പറയുന്നത്. എന്തിനാ ടെൻഷൻ അടിക്കണേ? ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നമുക്ക് ആൻസർ ഉണ്ട്. ഫ്രീ ആയിട്ട് എക്സാം എഴുതാം. നിങ്ങൾക്ക് ഞാൻ തരുന്നു കോൺഫിഡൻസ്. എന്നുവെച്ചാൽ എനിക്കിപ്പോ നമുക്കറിയാലോ ഇത്രയും ബാച്ചുകളിൽ കയറി നമ്മൾ ക്ലാസ്സുകൾ എടുക്കണേ.
ഫസ്റ്റ് ബാച്ച് തുടങ്ങി ഞാൻ ഇവിടെ ഉള്ളതാണ്. ആ ഒരു അനുഭവത്തിൽ പറയുകയാണ്. എന്നുവെച്ചാ എന്താ പറയാ, എല്ലാ ബാച്ചിനെയും വെച്ച് നോക്കുമ്പോ പെട്ടെന്ന് അത് കുറെ കുട്ടികൾ ആൻസർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ അറിയാലോ, എനിക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾ എക്സാം എഴുതുന്നത് നിങ്ങൾക്ക് മാർക്ക് കുറയാന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല. ഇത്രയും ആൻസറുകൾ ചെയ്തത് എനിക്ക് ഇല്ല ആരും ഫെയിലൊന്നും ആവൂല. നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങളിങ്ങനെ ടെൻഷൻ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാ. ടെൻഷൻ ആരും അടിക്കണ്ട. നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. നമുക്ക് ലബോറട്ടറിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം കേട്ടോ. അതിനകത്ത് ചോദിച്ചേക്കണം. അതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് SOP ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പാൻഡഡ് ഫോം പ്രതീക്ഷിക്കാം. പിന്നെ എല്ലാ ചാപ്റ്ററിനും ഓൾമോസ്റ്റ് ഒരു 3-4 ക്വസ്റ്റ്യൻ വീതം എല്ലാ ചാപ്റ്ററും കവർ ചെയ്യും. അങ്ങനെയാണ് എക്സാം ബോർഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടേക്കുന്നത്. എല്ലാ ചാപ്റ്ററും നമുക്ക് കവർ ചെയ്യും 3-4 ക്വസ്റ്റ്യൻസ് വീതം. അതില് ടെർമിനോളജി എന്ന് പറഞ്ഞ വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് അബ്രിവേറ്റഡ് ഫോം, പ്രിഫിക്സ്, സഫിക്സ് ഒക്കെ അതിനകത്ത് പഠിക്കാല്ലേ. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണാറുണ്ട്. ബാക്കിയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ആ ഒരു ചാപ്റ്റർ പഠിച്ച 3-4 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചോദിക്കുള്ളൂ. നോക്കി അവിടെ നമുക്ക് ചോദിച്ചേക്കുന്നേ, the responsibility of phlebotomist is dash. അത് നമ്മൾ പഠിച്ച ബോക്സിൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലിബിറ്റോമിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? സൂപ്പർവൈസർ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫംഗ്ഷൻ, പെർഫോം കസ്റ്റമറി ടെസ്റ്റ്, gather the blood sample from patients and explain test result. എന്ത് ചെയ്യുന്ന ആളാ ഫ്ലിബിറ്റോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ബ്ലഡ് സാമ്പിള്, പേഷ്യന്റിൽ നിന്ന് സാമ്പിള് കളക്ട് ചെയ്യുന്നതാണ് അല്ലെ. അതാണ് ആ ബോക്സിൽ നിന്ന് നമുക്ക് കാണാറുണ്ട് ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും ഇത് ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചാൽ ഫ്ലിബിറ്റോമിസ്റ്റ് ആണ്. PPT അവിടെ എക്സ്പാൻഡഡ് ഫോം വേണമെങ്കിൽ ചോദിക്കാം. അതായത് നമ്മള് പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന ആളാണ്. gather blood sample from patient for the lab test. ലാബ് ടെസ്റ്റിന് പേഷ്യൻസിന്റെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നതാണ് ഫ്ലിബിറ്റോമിസ്റ്റ്. അടുത്തത്, റിക്വസിഷൻ ഫോം ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ഡാഷ്. റിക്വസിഷൻ ഫോം അത് നമ്മൾ പഠിച്ചാൽ ആരാണ് ഫിനിഷ് ചെയ്യുന്ന ആള്? എഴുതി കൊടുക്കുന്നത് ഡോക്ടർ അല്ലെ. അവിടെ നമ്മൾ പഠിച്ചതാണ് ആ പ്രൊസീജിയറിൽ. പിന്നെ ഡോക്ടർ ഓർ ഹെൽത്ത് വർക്കേഴ്സ് കണ്ടോ. Requisition form should be finished by doctor or health worker. പിന്നെ ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ സിമ്പിൾ ആണ് കേട്ടോ. അതായത് ഇവിടെ സിമ്പിൾ ചോദിച്ചിട്ട് അതിനകത്ത് റേഡിയേഷൻ ഹസാർഡിന്റെ സിമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അതായത് this symbol used in the laboratory to indicate dash. ഏതെങ്കിലും സിമ്പിൾ വന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ആ സിമ്പിൾ ലബോറട്ടറിയിൽ ഏതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? റേഡിയേഷൻ ഹസാർഡ്. റേഡിയേഷൻ ഹസാർഡ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന dash laboratory that receives sample of up to 100 patients or participants per day. This is sample up to 100 up to 100 small size അല്ലെ. സ്മോൾ സൈസ് അതാണ് നോക്കാം. സ്മോൾ സൈസ്, മീഡിയം സൈസ്, ലാർജ് സൈസ്, വെരി ലാർജ് സൈസ്. അതാണ് അതിന്റെ ആ സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന്റെ ബേസിലാണ്. അത് നോക്കാം. അത്രയൊക്കെയാണ് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ആ ബോക്സ് പഠിക്കാം, സിമ്പിളുകൾ പഠിക്കാം. പിന്നെ ആ ബോക്സിൽ നിന്ന് തന്നെ നമ്മൾ പിന്നെ ഫസ്റ്റത്തെ പേജിലുള്ളതും ആ ബോക്സിൽ ഓരോന്നോരോന്ന് നോക്കാം. പിന്നെ ലബോറട്ടറി റെക്കോർഡുകൾ അത് നോക്കാം. ഇത്രയൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുമാണ്. പോയിന്റ്സുകൾ ബാക്കിയൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഒരു ചാപ്റ്ററും വിടരുത് കേട്ടോ. എല്ലാ ചാപ്റ്ററിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഉറപ്പായ കാര്യമാണ്. എല്ലാ ചാപ്റ്ററിനെയും കവർ ചെയ്തിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത്രയും ചാപ്റ്ററുകളാണ് നമ്മൾ കവർ ചെയ്തത്. അത്രയും അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. എക്സാമിന് ആരും ടെൻഷൻ അടിക്കണ്ട. പിന്നെ
പിന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ തന്നത് അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് എങ്ങനെയാന്ന് നോക്കാറുണ്ടോ? മോക്ക് ടെസ്റ്റുകളൊക്കെ അതൊക്കെ ആണെങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ബ്ലഡ് ബാങ്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും 3-4 ക്വസ്റ്റ്യൻ വെറുതെ പറയാം. പിന്നെ 3-4 മിനിറ്റ് ഉണ്ടല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മ? പ്ലാസ്മയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ഹെൽപ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, പ്രൊവൈഡ് പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, transport oxygen to the tissues in the body, balance the level of sodium and potassium. എന്താണ്? പ്ലാസ്മയുടെ which of the following is not the function അല്ലാത്തത്? transport oxygen to the tissues in the body. അപ്പൊ ആർക്കുടെ ഫംഗ്ഷൻ അത്? ഏത് ബ്ലഡ് സെല്ലിന്റെ ഫംഗ്ഷൻ ആയിരുന്നു അത്? ഓക്കെ, വെരി ഗുഡ്. RBC യുടെ അല്ലേ? The cell in which help the fighting infection. ഏത് സെല്ലാണ് ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യുന്നത്? ഏതാ? RBC ആണോ, WBC ആണോ, പ്ലാസ്മ ആണോ, പ്ലേറ്റ്ലെറ്റ് ആണോ? ഏതാ? WBC. What is the full form? CSSD. Simple question. CSSD. Central Sterile Supply Department. എനിക്കറിയാതെ മെസ്സേജ് എഴുതാനുള്ള താമസം കൊണ്ടാണ് എനിക്കറിയാം കേട്ടോ. അത് ഇനി മെസ്സേജ് പിടിച്ചെടുക്കണമെന്നില്ല, കുഴപ്പമില്ല. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD. Which of the following gas is used in sterilization of medical equipments? Methylene oxide gas, methane gas, ethylene oxide gas, ethane gas. ഏത് ഗ്യാസ് ആയിരുന്നു? ethylene oxide gas. Ethylene oxide gas. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following technique is safest in radiology? Which of the following technique is safest in radiology? ഏതാണ് ഏറ്റവും സേഫസ്റ്റ് ഇമേജിംഗ് ടെക്നോളജി പഠിച്ചത്? CT സ്കാൻ, MRI, അൾട്രാസൗണ്ട്, നൺ ഓഫ് ദ എബോ. ഏതാ? അൾട്രാസൗണ്ട് അല്ലെ? ഏറ്റവും സേഫ് ഏതാണ്? അൾട്രാസൗണ്ട് ആണ്. അതാണ് നമ്മള് ഭ്രൂണത്തേക്ക് അല്ലെ നമ്മള് ഫിറ്റസ് ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് ആണെന്ന് പറയുന്നത്. അതാണ് ഏറ്റവും സേഫസ്റ്റ് കേട്ടോ. Which of the following technology is used to observe bones? Bones observe ചെയ്യാൻ ഏത് ഇമേജിംഗ് ടെക്നോളജിയാണ് നമ്മള്? എക്സ്റേ. പിന്നെ നിങ്ങൾക്ക് ഫാർമസി ആ ചാപ്റ്റർ അതൊക്കെ നോക്കണം കേട്ടോ. പിന്നെ മിസ് നിങ്ങൾക്ക് എടുത്തോണ്ടിരുന്ന ചാപ്റ്റർ ഇല്ലേ, അതും എല്ലാവരും നിങ്ങളൊന്ന് റിവിഷൻ ചെയ്ത് ഇതുപോലെ നോക്കണം. ഞാൻ എടുത്ത ചാപ്റ്ററുകൾ മാത്രമേ ഞാന് റിവിഷനായിട്ട് എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. അതും കൂടി ഒന്ന് നോക്കി വെക്കണം. പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞേക്കാം കുട്ടികൾക്ക് എക്സാമിന്റെ സംശയം ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് അത് മിസ്സിനെ സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് ലീവാണ്. അതാണ് നിങ്ങൾക്ക് പകരം മിസ് കയറിയത്. അതുകൊണ്ടാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത്. മിസ്സും ഇതുപോലെ തന്നെ ചാപ്റ്റർ എടുക്കുമ്പോ ഇമ്പോർട്ടന്റ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഏരിയകളൊക്കെ നിങ്ങൾ
ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നതും ഒക്കെ നോക്കി വെക്കുക. വേറെ ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആരും ടെൻഷൻ അടിക്കണ്ട, എക്സാമിന് ആരും ടെൻഷൻ അടിക്കണ്ട. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് നല്ലൊരു ബാച്ചാണ് കേട്ടോ. നിങ്ങളെ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല റെസ്പോൺസ് ഉള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സും സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് തീർന്നു. നിങ്ങളുടെ ഇത്രയും ചാപ്റ്ററുകൾ ഓടിപ്പോയി അറിഞ്ഞാരെങ്കിലും പെട്ടെന്ന് നമ്മുടെ ചാപ്റ്ററുകളൊക്കെ കവർ ചെയ്തില്ലേ? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും കംപ്ലീറ്റ് ആയി അല്ലേ? നീ ഇന്നുണ്ട്, നാളെയും കൂടി ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്. അത് ഇവിടുന്ന് എന്തായാലും ഞാനൊന്ന് പറയട്ടെ കേട്ടോ. അവിടെ പറഞ്ഞേക്കാം. എക്സാമിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരൂ കേട്ടോ. ഓക്കെ, ഞാനത് പറഞ്ഞേക്കാം. എന്തായാലും നാളെയും കൂടി, നാളെ ഇതിപ്പോ നാളെ ഉണ്ടല്ലോ, ക്ലാസ് ഉണ്ടല്ലോ. ഇനി പറയും, നിങ്ങളുടെ ക്ലാസ് തീരുന്നേക്കാളും മുന്നേ പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്തു കേട്ടോ.